ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റംഗോളിയാണ്. കാരണം ഡേ 3 കല്യാണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡേ 3 ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഐഷു വളരെ വൃത്തിക്ക് കാണിച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനും ഐഷു അഭയം മാത്രമേ ഉള്ളൂ കേട്ടോ. പോവാൻ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ കാലത്തും പോയി. അപ്പോൾ ഇന്ന് അധികം കാണിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, തിരക്കിലായിരിക്കും. ഞാൻ ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇന്നലത്തെ ഫുൾ വീഡിയോ എടുക്കുന്നത് സ്വന്തം ഐഷു ആണ്, ഐശ്വര്യ പ്രഭാകരൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നും ഐശ്വര്യൻ്റെ സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും എനിക്കറിയാൻ ബുദ്ധിമുട്ടിയാൻ താല്പര്യമില്ല. പക്ഷേ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഓക്കെ ശരി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോൾ തന്നെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇതിനും ഒരു 6 മണിയായിട്ടുള്ള അപ്പോഴേക്കും ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് ഗൈസ്. കാരണം നല്ല തുള്ളലായിരുന്നു, നന്നായിട്ട് ശബ്ദമൊക്കെ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഫുൾ സൗണ്ട് പോയി കിടക്കുകയാണ്. പക്ഷേ നല്ല അടിപൊളി ഗെയിംസൊക്കെ കണ്ടക്ട് ചെയ്തു. നല്ലൊരു പ്രോഗ്രാമായിട്ട് ഇന്നലെ മാറിയിരുന്നു. ഇന്ന് രാവിലെ ഇരുന്നിട്ടാണ് പോയി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ വീഡിയോ. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടുത്തെ ആംബിയൻസ് മാത്രം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചുമ്മാ ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല ലേറ്റുമായി. പിന്നെ കുറച്ച് പേരെയും കൂടി വെയിറ്റ് ചെയ്യാണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഡ്രസ് കോഡ്, ബ്ലൂ ഡ്രസ് കോഡൊക്കെ ആയിരുന്നു. തിളങ്ങി നിൽക്കുന്ന ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം എല്ലാവരും കേട്ടോ. ഇപ്പോൾ ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് ബ്ലൂ ആയിരുന്നു നമ്മൾ തീം കൊടുത്തിരുന്നത്, ബ്രൈഡിൻ്റെ സൈഡിൽ നിന്ന് യെല്ലോ ആയിരുന്നു. അപ്പോൾ നല്ലൊരു കളർഫുൾ ഫംഗ്ഷനായിരുന്നു ഇന്നലെ. കളർ പൊടിയും അതുപോലെ തന്നെ അങ്ങനെയല്ല കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി പരിപാടിയായിരുന്നു ഇന്നലെ നടന്നത്. എല്ലാവർക്കും നന്നായിട്ട് കൈയടിച്ച് അവരെ ഈ വീട്ടിലേക്ക് വെൽക്കം ചെയ്യാം. റെഡിയല്ലേ? അപ്പൊ നന്നായിട്ട് കൈയടിച്ച് പാട്ട് വേണം. പാട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ. പാട്ട് വേണ്ടേ? വേണം. ടീം ഗ്രൂപ്പ് റെഡിയാണോ? യെസ് അല്ലേ? അപ്പൊ ഞാനോട് വരാൻ പോവാണ്. അപ്പൊ നമ്മുടെ അടിപൊളി പാട്ടൊക്കെ വെച്ച് നമുക്ക് അവരെ നല്ല കൈയടിയോട് കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതിക്കാം. പെണ്ണിന്റെ ടീമും ചെറുക്കന്റെ ടീമും. ഓക്കെ, അതിന്റെ പോയിന്റ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഗെയിംസിൽ പോയിന്റ്സ് ഏത് ടീമാണോ അവരായിരിക്കും ഇന്നത്തെ ശക്തരായിട്ടുള്ള ടീം. അപ്പൊ ആരായിരിക്കും? ടീം ബ്രൈഡ് ആയിരിക്കോ? ടീം ഗ്രൂം ആയിരിക്കോ? അത്രയുള്ളൂ, ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. നോക്കട്ടെ, ശക്തി ആർക്കാണ് നോക്കട്ടെ. ടീം ബ്രൈഡിനാണോ ഗ്രൂമിനാണോ നോക്കട്ടെ. ടീം ബ്രൈഡ് അത് കൊള്ളാം, അത് വിളിച്ചു. ടീം ഗ്രൂം എന്ത് ചെയ്യാം. പക്ഷെ ഞാൻ
ചെറുക്കൻ്റെ പെങ്ങളായതുകൊണ്ടും ടീം ഗ്രൂം ആയതുകൊണ്ട് ചെറിയൊരു ചായ ഉണ്ടെങ്കിലും ഫെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ സെഷന് ശേഷം സ്റ്റേജിൽ ഫോട്ടോ സെഷൻസ് നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്റ്റേജിൽ ഫോട്ടോ സെഷൻസ് നടക്കുന്നുണ്ടാവും. വന്നവരെല്ലാവരും സ്റ്റേജിൽ കയറാം, ഫോട്ടോ എടുക്കാം. ആക്ച്വലി അവിടെ ഇരിക്കുന്ന ലഡുവും ജിലേബിയൊക്കെ അവർക്ക് വായി വെച്ച് കൊടുക്കാം. പക്ഷേ ഭയങ്കരമായിട്ട് മധുരം വായിക്കാൻ അത് പ്രശ്നമാണ്. ഇപ്പൊ അപ്പൊ എന്ത് ചെയ്യണം? എല്ലാവരും 1 hour ഡിസ്റ്റൻസ് ഇട്ടിരുന്നേ. 1 hour ഡിസ്റ്റൻസ്. അഞ്ചു പണിയല്ല. റെഡി? ടീം ഗ്രൂം റെഡിയാണ്. ടീം ഗ്രൂം ആരുമില്ലേ? ടീം ഗ്രൂം ഇനിയുള്ള ഒച്ചപ്പാടാ. ടീം ബ്രൈഡ്. ഓ, ടീം ബ്രൈഡ് ആണ് വളരെ ശക്തമായി നിൽക്കുന്നത്. അപ്പോ റെഡിയാണ്. കോൺസെൻട്രേഷൻ. റെഡി? 1 2 3. ഹെഡ്, ഷോൾഡർ, നീസ്. ഹെഡ്, ഷോൾഡർ, നീസ്. ഷോൾഡർ വേണേ കെട്ടി വെച്ചോളൂ. ഹെഡ്, നീസ്, ഷോൾഡർ, ഹെഡ്. കപ്പ്. ഓക്കെ. ആദ്യത്തെ കയ്യിലെ കപ്പ് നോക്കി കാണിച്ചേ. ഓക്കെ, ഇനി കപ്പ് ഇല്ലാത്തവര് മാറിക്കോളാം. കപ്പ് കയ്യിലില്ലാത്തവര് മാറുക. കപ്പുള്ളവർ മാത്രമേ ഇനി പേരെടുക്കുന്നേ. ഹെഡ്, കപ്പ്. ഓ, സീന്. ഓക്കെ. ഇനി ബ്രൈഡിന്റെ ടീമുകാർക്ക് എത്ര പേർക്കാ കപ്പുള്ളത്? 2 പേര്. ഗ്രൂമിന് 3 പേര്. യെസ്, അങ്ങനെ ടീം ഗ്രൂമിന് ഭൂരിപക്ഷത്തോടു കൂടി അവർക്ക് 2 പേരുണ്ടല്ലേ? ഇല്ല, ഭൂരിപക്ഷമാണ്. ഞാൻ ചെയ്യാനില്ല. അപ്പോ ഈ ഗെയിമിലെ വിന്നർ ടീം ഗ്രൂം. അപ്പൊ ടീം ഗ്രൂമിന് 10 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, 10 പോയിന്റ്. ഇനി ഇളകരുത്. ബാക്കിൽ ബാക്ക്ഡ്രോപ്പ് ഉണ്ട്, തലയിൽ വീഴും. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇനി അടുത്തത് നമ്മുടെ അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ഫുൾ ബിസി ആയിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല. കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും മാക്സിമം അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇനി ഓരോ പ്രോഗ്രാമായിട്ട് അടുത്ത ഇനിയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ദെൻ ബൈ. ടേക്ക് കെയർ. ബൈ.